സിനിമയെന്നാൽ ഒരു തലമുറകളിലൂടെ സഞ്ചരിക്കും. ഒരു സിനിമയെന്നാൽ ഒരു നിമിഷം, പക്ഷെ അത് നൽകുന്ന ഓർമ്മകൾ ആയുസിനോടുകൂടി നിലനിൽക്കും. ഒരു ഗാനമെന്നാൽ ചില നാളുകൾ, എന്നാൽ അതിൻ്റെ ഈണം തലമുറകളിലൂടെ സഞ്ചരിക്കും. ഒരു സംസ്കാരമെന്നാൽ ചില ആചാരങ്ങൾ, എന്നാൽ അതിൻ്റെ പൈതൃകം കാലത്തിനതീതമായി നിലനിൽക്കും. ഇന്ന് ഈ വേദിയിൽ നമുക്കൊരു സഞ്ചാരത്തിലേക്ക് കടക്കാം. സിനിമയുടെ, സംഗീതത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ. മാർ അഗസ്തീനോസ് കോളേജ് രാമപുരം അവതരിപ്പിക്കുന്ന ചിത്രരാഗം. സിനിമ മനുഷ്യ മനസ്സിനെ കോരിത്തെരിപ്പിക്കും വിധം അത്ഭുതവും ആസ്വാദനവും നിറഞ്ഞ വിനോദം. കാലത്തിനും അതീതമായി സഞ്ചരിച്ച വിനോദം. ഈ അവതരണം ആദ്യചുവടുകൾ നൽകിയ മഹത് വ്യക്തികൾക്ക് സമർപ്പിക്കുന്നു. JC ഡാനിയേൽ ഒരുക്കിയ വിഗതകുമാരൻ എന്ന സിനിമയാണ് മലയാള സിനിമയുടെ തുടക്കം കുറിച്ചത്. മലയാള സിനിമ ഭാഷയുടെ സവിശേഷതകളും പ്രാദേശിക ജീവിത രീതികളും സമഗ്രമായി അവതരിപ്പിക്കുമ്പോൾ മലയാളി സമൂഹത്തിൻ്റെ വേദനകളെയും സന്തോഷങ്ങളെയും കൂടി ചർച്ച ചെയ്യുന്നു. ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും ആഴത്തിലുള്ള തന്മയത്വം നിലനിർത്തിക്കൊണ്ട് മലയാള സിനിമ നമ്മുടെ സമൂഹത്തിൻ്റെ മാറ്റങ്ങൾ തിരിച്ചറിയുകയും അത് സിനിമാത്മകമായി പുനഃസൃഷ്ടിക്കുകയും ചെയ്യുന്നു. റിയലിസ്റ്റിക് മെലോഡ്രാമയുടെ പ്രവണതയ്ക്ക് തുടക്കം കുറിച്ച നീലക്കുയിൽ. മലയാള സിനിമയ്ക്ക് ആദ്യത്തെ ദേശീയ അവാർഡ് ലഭിച്ച ഈ ചിത്രം ഒരു സംഗീത വിജയമായിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചലച്ചിത്ര രസത്തിൽ നിന്നും നമ്മൾ നേരെ വന്നത് നിറങ്ങളുടെ ഒരു വിസ്മയ ലോകത്തേക്കാണ്. അതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് ഭാരതീയ സിനിമാ ചരിത്രത്തിൻ്റെ നാഴികക്കല്ലായി മാറിയ ചെമ്മീൻ. കടലിനും മാനുഷിക ബന്ധങ്ങൾക്കും ഇടയിലുള്ള പ്രതിസന്ധികളെ ഇത്രമാത്രം അതിശയിപ്പിക്കുന്ന രീതിയിൽ മുൻപ് ആവിഷ്കരിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഈ നിമിഷം ചിന്തിച്ചു പോകും. ആയിരത്തി 1965 രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത ചെമ്മീൻ മലയാള സിനിമയുടെ പ്രഗത്ഭമായ ഒരു ആവിഷ്കാരം മാത്രമല്ല, തീരപ്രദേശങ്ങളുടെ സംസ്കാരത്തിൻ്റെയും ജീവിത സാഹചര്യങ്ങളുടെയും വിസ്മയകരമായ ദൃഷ്ടാന്തവുമാണ്. തകഴി ശിവശങ്കരപ്പിള്ളയുടെ പ്രസിദ്ധമായ നോവലിനെ ആസ്പദമാക്കി നിർമ്മിച്ച ഈ സിനിമ കടലിൻ്റെയും
കരയുടെയും മാനുഷിക കഥകളെ ത്രസിപ്പിക്കും വിധം അവതരിപ്പിച്ചിരിക്കുന്നു. തീരദേശവാസികളുടെ പച്ചയായ ജീവിതം തിരശീലയിൽ പകർത്തുമ്പോഴും അധ്വാനത്തിൻ്റെയും പ്രതിസന്ധികളുടെയും ഇടയിൽ പ്രണയത്തെ വളരെ ഭംഗിയായി അവതരിപ്പിച്ചിരിക്കുന്നു. ചെമ്മീൻ എന്ന സിനിമയിലെ പാട്ടുകൾ കേൾക്കുമ്പോൾ ആരെയും അതിലെ പശ്ചാത്തലത്തെ ഉൾക്കൊണ്ട് കഥാപാത്രങ്ങളോട് ചേർന്ന് നമ്മളും അതിലെ ഒരാളായി മാറുന്നു. അങ്ങനെ നമ്മൾ കടലിൻ്റെയും തീരദേശവാസികളുടെയും കഥകൾ കടന്ന് പുതിയൊരു ട്രെൻഡിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങ് ഹോളിവുഡ് പോപ്പ് സംഗീതത്തിൽ തുടങ്ങി ബോളിവുഡിലും എത്തിയ പുതിയൊരു ട്രെൻഡ്, അതെ, ഡിസ്കോ ഡാൻസ്. കാലം കടന്നു പോകുമ്പോഴും ഇപ്പോഴും അതിൻ്റെ വീര്യം നിലനിൽക്കുന്ന ഒരേയൊരു നൃത്തരൂപം ഡിസ്കോ. അമേരിക്കൻ ഹിപ്ഹോപ്പ് സംസ്കാരത്തിൽ നിന്നും ഉടലെടുത്ത ഒരു പുതിയ നൃത്തരൂപം. ബോളിവുഡിൽ നിന്നും നമുക്ക് ആദ്യ അനുഭവം ശ്രദ്ധിക്കപ്പെട്ടു. അങ്ങനെയിരിക്കെ ഇതേ ട്രെൻഡ് നമ്മുടെ മലയാള സിനിമയിലും എത്തി. അത് വെറും ഒരു ആസ്വാദനം മാത്രമല്ലായിരുന്നു. കുട്ടികൾ മുതൽ മുതിർന്നവർ പോലും ഒരുപോലെ ഉല്ലാസമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ്. മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരം ആശകളാൽ ഒരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരം ആശകളാൽ ഒരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ. സംഗീതം മനസ്സിനൊരു പുഞ്ചിരി നൽകും, ഒരു കണ്ണുനീർ തുള്ളിയാവാം.
അല്ലെങ്കിൽ ആത്മാവിൻ്റെ ആഴങ്ങളിൽ പതിയിരിക്കുന്ന ഒരു ഓർമ്മയാവാം. ഇന്ത്യൻ സിനിമാ സംഗീതം ഇന്ന് ലോകം മുഴുവൻ തേടിയെത്തുന്ന ഒരു അതുല്യ കലാരൂപമായി മാറിയിരിക്കുന്നു. വീണയിൽ നിന്നും വണ്ടി കയറി ചെന്ന് സ്റ്റുഡിയോയിൽ നിന്നും ഹൃദയത്തിലേക്കുള്ള ഈ സംഗീതയാത്ര ഇന്നിവിടെ നമുക്ക് വീണ്ടും അനുഭവിക്കാം. ഇന്ത്യൻ സംഗീത വികായസിലെ ചില നക്ഷത്രങ്ങൾ. സംഗീത ലോകത്തെ ഒട്ടും മാറ്റി നിർത്തുവാൻ സാധിക്കാത്ത ഒട്ടനവധി സംഗീത സംവിധായകർ. അവർ നമുക്ക് തന്നത് ഭാഷയുടെ വേലിക്കെട്ടുകൾ മാറ്റി നിർത്തി ലോകമെമ്പാടുമുള്ള ജനതയെ ഒരുമിച്ച് ഒരുപോലെ ആസ്വദിപ്പിക്കുവാൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. മെലഡി ഗാനത്തെ ഇത്ര അധികം മറ്റാരും ആവിഷ്കരിക്കാത്ത വിധം മനോഹരമായി ചിട്ടപ്പെടുത്തുവാൻ ഇദ്ദേഹത്തിന് സാധിച്ചു. ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ. തൻ്റെ ഗാനങ്ങളിലെ ഇന്റർലൂഡിന്റെ വ്യത്യസ്തത മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്തവണ്ണം അദ്ദേഹത്തിന് ജനങ്ങളിൽ ശ്രദ്ധ പുലർത്താൻ സാധിച്ചു. മനാറിലെ പൂമൈനയ്ക്കും ആറന്മുളെ പൂവാരിക്കും. അദ്ദേഹത്തെ നമുക്ക് ഒരിക്കൽ കൂടി ഓർക്കാം. വിദ്യാസാഗർ.
ഇതുവരെ വന്നുണർന്നിടാത്തൊരു പുതുരാഗം എവിടെ മറന്നു ഞാനീ പ്രിയാനുരാഗം മിഴിയറിയാതെ വന്നു നീ മിഴിയൂ ഞാനിൽ കനവറിയാതേതോ കിനാവു പോലെ കൺചിമ്മിയോ നിഞ്ചാലകം ഏതോ നിഴൽ തുമ്പികൾ തുള്ളിയോ കാതോർക്കയായി എൻറാവുകൾ കാറ്റായി വരും നിന്റെ കാലവും കണ്ടത്തിങ്കൾ തേരേറി വന്ന കോവിൽ തേൻ തേടി തീരത്തുമ്പിൽ കൈമാർ മോഹങ്ങളെ എന്നും നിന്റെ കൺകോണിൽ നിന്നും പൊന്നായി കാത്തോൾ ഒന്നും മിണ്ടാതിൻ്റെ നിൽപ്പൂ മുന്നിൽ മിഴിയറിയാതെ വന്നു നീ മിഴിയൂ ഞാതിൽ കനവറിയാതേതോ കിനാവു പോലെ തൂമഞ്ഞിനും കുളിരേകുവാൻ ദേവാമൃതം നൽകിയോ തിന്നലേ പൂന്തേനിനും മധുരം തരും അനുഭൂതികൾ കൊണ്ടുവാശലഭമേ ഉള്ളിൽ സഞ്ചാരം കാണ സ്വപ്നപ്പൂപ്പാട് കൊയ്യാരത്തും കിന്നാര പൊൻപ്രാക്കളെ ഓരോ തീരം തേടാതെ ഉടക്കിരം നീന്താതെ തീരം ചുണ്ടിൽ മൂള ഒരിടം തരൂ മിഴിയറിയാതെ വന്നു നീ മിഴിയോ ഞാതിൽ കനവറിയാതേതോ കിനാവു പോലെ മിഴിയറിയാതെ പാറിയ മനസരസോരം പ്രണയനിലാക്കി നീ ശഹാന പാടി ഇതുവരെ വന്നുണർന്നിടാത്ത പുതുരാഗം എവിടെ മറന്നു ഞാനീ പ്രിയാനുരാഗം മിഴിയറിയാതെ വന്നു നീ മിഴിയോ ഞാതിൽ കനവറിയാതേതോ കിനാവു പോലെ கண்ணாளனே எனது கண்ணை நேற்றோடு காணவில்லை என் கண்களை பறித்துக் கொண்டும் ஏன் இன்னும் பேசவில்லை ചില ഗാനങ്ങൾ അത് എത്രത്തോളം നമ്മെ ആകർഷിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് തമിഴ് സിനിമാ ഗാനങ്ങൾ. അതിൽ എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വം ഇസൈ പുയൽ AR റഹ്മാൻ. பேசடி ரதிகேர
സിനിമാ ഗാനങ്ങൾ ഹോളിവുഡിൽ പോലും ആകർഷിപ്പിക്കുവാൻ തക്കവണ്ണം പുതുമയാർന്ന ഈണങ്ങളുടെ ചിട്ടപ്പെടുത്തൽ നൽകിയ സംഗീത സംവിധായകൻ. കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികൾ ഒട്ടും വകവയ്ക്കാതെ തൻ്റെ ഗാനങ്ങൾക്ക് അദ്ദേഹം നൽകിയ പുതുമ ഇന്നും ജനങ്ങളുടെ ഹൃദയത്തിൽ തുടിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മെലഡി സോങ് ആയിക്കോട്ടെ, അടിച്ചുപൊളി ഗാനങ്ങളായിക്കോട്ടെ, ലോക നിലവാരത്തിൽ എത്തിക്കുവാൻ അതിനൊക്കെയും സാധിച്ചിട്ടുണ്ട്. ഗാനങ്ങളുടെ പുതുമയോടൊപ്പം അതിലൊരു വ്യത്യസ്തത പുലർത്താൻ ശ്രമിച്ച ഒരു സംഗീത സംവിധായകൻ. ഒരു പക്ഷേ ചില സിനിമകൾ വിജയകൊടിയിൽ എത്തിയില്ലെങ്കിൽ പോലും അതിലെ ഗാനങ്ങളുടെ സ്ഥാനം പറയാതെ വയ്യ. അത്രയ്ക്കും ആ ഗാനങ്ങൾക്ക് ജനങ്ങളെ ആകർഷിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ശ്രീ പാർവതി പാഹി മാം ശങ്കരി, ശ്രീ മംഗളകാരിണി പാഹി മാം ഗൗരി. ഒരു ഗാനത്തിന്റെ ഋതം ഗാനരചനകളുടെ മുകളിൽ നിൽക്കും വിധം ചിട്ടപ്പെടുത്തിയല്ലോ എന്ന് പോലും തോന്നിക്കുന്ന ഗാനങ്ങൾ. പ്ലാവില പൊൻതളികയിൽ പാൽപായസച്ചോറുണ്ണുവാൻ പിന്നെയും പൂം പൈതലായി കൊതി തുള്ളി നിൽക്കുവരെന്തിനോ.
അത് ചെയ്ത സംഗീത സംവിധായകനെ നമുക്കൊന്ന് ശ്രവിക്കാം. ശരത്. നാം എല്ലാം പറയുന്ന ഇന്റർനാഷണൽ ക്വാളിറ്റി അത് 70കളിലും 80കളിലും ചെയ്തു വെച്ച മഹാപ്രതിഭ. കാലം കഴിയുമ്പോഴും വീര്യം കൂടുന്ന സംഗീതം. അദ്ദേഹം നിർമ്മിച്ചു വെച്ചിരിക്കുന്ന സംഗീതത്തിന്റെ അത്ഭുത കമ്പോസിഷൻ ഇന്നും ലോക സംഗീതജ്ഞർ പോലും ചർച്ചയിലെടുക്കുന്നു. ഇളയരാജ ഒരുക്കുന്ന ഗാനത്തിന്റെ തുടക്കവും ഒടുക്കവും അതിൽ വരുന്ന വ്യതിയാനവും വളരെയധികം ബ്രില്യൻസ് എന്ന് വിളിക്കാം. നിന്നുള്ളിലെ മോഹം സ്വന്തമാക്കി ഞാനും എന്നെഞ്ചിലെ ദാഹം നിന്റേതാക്കി നീയും പൂച്ചങ്ങളെ. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷ ഏതുമായിക്കോട്ടെ അവരുടെ സംസ്കാരത്തിനൊത്തവണ്ണം സംഗീതം നൽകുന്ന ഏക സംഗീത സംവിധായകൻ നമ്മുടെ സ്വന്തം ഇളയരാജ. ചെമ്പൂവേ പൂവേ നിറമാറത്തെ ചെണ്ടേലൊരു വണ്ടുണ്ടോ? അന്തിച്ചോപ്പുമായും മാനത്താരോ മാരിവില്ലിൻ തൊങ്ങൽ തൂക്കും നിന്റെ ചെല്ലക്കാതിൽ കുഞ്ഞി കമ്മലെന്നോണം.
കാതിലൊരു മന്ത്രമായി കാകളികൾ മൂളവേ നാണം കൊണ്ടെൻ നെഞ്ചിൽ താഴം പൂവോ തുള്ളി ആരും കേൾക്കാതുള്ളി മാടപ്രാവോ കൊഞ്ചി ആലോലം കിളിമുത്തേവാ ആതിരരാവിലൊരമ്പിളിയാ ചെമ്പൂവേ പൂവേ നിറമാറത്തെ ചെണ്ടേലൊരു വണ്ടുണ്ടോ ചാന്തേറും ചുണ്ടിൽ ചുടുമുത്താരും മുത്താനൊരു മുത്തുണ്ടേ ലോക സിനിമയ്ക്കൊപ്പം നമ്മുടെ ഇന്ത്യൻ സിനിമ ഇടം പിടിക്കാൻ ഒരുപാട് നാളുകൾ വേണ്ടി വന്നു. പഴയകാല സിനിമാ പ്രവർത്തകരുടെ കഷ്ടപ്പാടുകളുടെ ഒരു അനന്തരഫലം എന്ന പോലെ ന്യൂജൻ എന്ന വിളിപ്പേരിൽ പറയാൻ സാധിക്കുന്ന കുറച്ച് നടന്മാർ ഇന്ത്യൻ സിനിമയിലേക്ക് കടന്നു വന്നു. അതെ, ബോളിവുഡ് ഇപ്പോഴും കീഴടങ്ങി വാഴുന്ന കിങ് ഖാൻ, ഷാരൂഖ് ഖാൻ. तुमको पाया है तो जैसे खोया कहना चाहूं तो तुमसे क्या कहूं तुमको पाया है तो जैसे खोया कहना चाहूं तो तुमसे क्या कहूं किसी जबान में वो लफ्ज ही नहीं कि जिनमें तुम हो क्या तो मैं बता सकूं मैं अगर कहूँ तुम साहसी कायनात में कहीं तारीफ ये भी तुम सच है कुछ भी नहीं तुमको पाया है तो जैसे खोया शोखियों में डूब ये अदाएं चेहरे से झलकी हुई है जुल्फ की गली गली घटाए शाल से ढलकी हुई है लहराता है जैसे बादल बाहों में भरी है जैसे चांदनी रूप की चांदनी मैं अगर कहूँ ये दिलकशी है नहीं कहीं ना होगी कभी तारीफ ये भी तुम सच है कुछ भी नहीं तुमको पाया है तो जैसे खोया तुम हुए मेहरबान तो ही दास्तान तुम हुए मेहरबान तो ही दास्तान अब तुम्हारा मेरा एक है कारवां तुम
जहां में वहां। मैं अगर कहूँ हम सफर मेरी अप्सरा तुम या कोई परी, तारीफ ये भी तुम सच है कुछ भी नहीं। तुमको पाया है तो जैसे खोया हूँ, कहना चाहूँ भी तो तुमसे क्या कहूँ। किसी जबान में वो लफ्ज़ ही नहीं कि जिनमें तुम हो क्या तुम्हें बता सकूं। मैं अगर कहूँ तुम सा हंसी कायनात में है कहीं, तारीफ ये भी तुम सच है कुछ भी नहीं। അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ സിനിമയെ ലോകത്തേക്ക് എത്തിച്ച നമ്മുടെ സ്വന്തം സ്റ്റൈൽ മന്നൻ രജനീകാന്ത്. ഇന്ന് മുതിർന്നവർ മുതൽ കുട്ടികൾ വരെ അനുകരിക്കാൻ ശ്രമിക്കുന്ന ഒരു കഥാപാത്രം. അത് നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനൊരു പേര് വിളിക്കാം, രജനീകാന്ത്. അലേ 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 దేవుడా దేవుడా ఏడుమల దేవుడా, చూడుడా చూడుడా ఎంగ పక్కం చూడుడా. దేవుడా దేవుడా ఏడుమల దేవుడా, చూడుడా చూడుడా ఎంగ పక్కం చూడుడా. என்னாலே உள்ளங்கள் எல்லாமே வைரங்கள், நீ கொஞ்சம் பட்டத்திட்டா. என்னாலே உள்ளங்கள் எல்லாமே வைரங்கள், நீ கொஞ்சம் பட்டத்திட்டா. சத்தி எல்லாம் ஒன்று சேர்ந்தாரே சொர்க்கம் வரும் இந்த மண்மேலே. దేవుడా దేవుడా ఏழுమల దేవుడా, చూడుడా చూడుడా ఎంగ పక్కం చూడుడా. என்ன பாரு கொஞ்சம் ஏற்பிடிக்கும் வாழை சொத்து நம்ம கைய வைக்க செத்தில் வைப்பான் ஆளு. சாக்கெடுக்கள் போகி சுத்தம் செய்யும் பேர நாலு நாள் லீவு போட்ட நாரி போகும் ஒரு முடிவெட்டும் தொழில் செய்யும் தோலத்தான் இல்லையே. நமக்கெல்லாம் எது அழகு நதிநீரில் இன்று தோழி தோழிப்பான் இல்லையே. வெளுக்குமா உடை அழகு எந்த தோழில் செய்யான் என்ற செய்யும் தோழில் செய்வான் என்ற பட்டு கொட்ட பட்டு சொன்னாடு. எல்லாம் வந்து சேர்ந்தாரே சொர்க்கம் வரும் இந்த மண் மேலே. దేవుడా దేవుడా ఏడుమల దేవుడా, చూడుడా చూడుడా ఎంగ పక్కం చూడుడా. Are you there? Okay. 1, 2, 3, 4.
பற்றி யாரு அட என்ன சொன்னால் என்ன இந்த காதல் வாங்கி அதை அந்த காதல் கொள்ளு மேகம் மீதந்தாலும் காகம் பறந்தாலும் ஆகாயம் தான் அழுக்குக சொல்லுகிறது சொல்லு பூப்பந்தை யாரும் நீரில் பொத்தித்தான் வச்சாலும் பந்து வரும் தண்ணி மேலே அடையுன்னை யாரும் நூறன் கட்டுத்தான் வச்சாலும் தம்பி வாடா பந்து போல மௌனம் தீர மெல்ல மெல்ல வெண்ணிலாவில் மின்னுவது தட்டத்திடும் ரிப்பீட் சக்தி எல்லாம் வந்து சேர்ந்தாரே சொர்க்கம் வரும் இந்த மண்மேலே தேவுடா தேவுடா ஏழுமலரே சூடுடா சூடுடா எங்க மக்கள் சூடுடா எல்லாரே உள்ளங்க எல்லாமே வைரங்கள் நீ கொஞ்சம் பட்டத்திட்டா ரிப்பீட் எல்லாமே வைரங்கள் நீ கொஞ்சம் பட்டத்திட்டா சப்பாஷே சக்தி எல்லாம் வந்து சேர்ந்தாரே சொர்க்கம் வரும் இந்த மண் மேலே മലയാള സിനിമയെ അതിൻ്റെ ഒത്ത സത്തോടുകൂടി ലോക സിനിമയിൽ എത്തിച്ച രണ്ട് മഹാപ്രതിഭകൾ, മെഗാസ്റ്റാർ മമ്മൂട്ടി, കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ. നിറനാഴിപ്പൊന്നിൽ മണലാരിൽ നെല്ലിൽ മണ്ണ് തെളിയുന്നേ നിറനാഴിപ്പൊന്നിൽ മണലാരിൽ നെല്ലിൽ മണ്ണ് തെളിയുന്നേ ഓ തെളിമിന്നൽ തേടി മറുകണ്ഠം പൂട്ടി മനസ്സും പച്ചപ്പാടത്തെ പകൽ വരമ്പിൽ പനയോലക്കാടിൻ്റെ കുടത്തണലിൽ പച്ചപ്പാടത്തെ പകൽ വരമ്പിൽ പനയോലക്കാടിൻ്റെ കുടത്തണലിൽ കതിരെല്ലാം കൊയ്തും വെയിലറ്റും വേർന്നും കളമെല്ലാം നിറയ്ക്കാലോ ഓ നിറനാഴിപ്പൊന്നിൽ മണലാരിൽ നെല്ലിൽ മണ്ണ് തെളിയുന്നേ ഓ തെളിഞ്ഞ തേടി മറുകണ്ഠം പൂതി മനസ്സും കുളിരുന്നേ. മുറ്റത്തെ മാവും പൂമുഖത്ത് പുലരിയിലായം നോട്ടടിച്ച മണിമുത്തശ്ശി പുതുപാല പൂക്കുവിരളിൽ താമ്പൂലം കൊണ്ടുവന്നവനെ യക്ഷി ഇനിയൊരു പാണനാരിതാ പാടുന്നു കളിദോഷമൊക്കെയും തീർക്കുന്നു ഒരു വെണ്ണിലാവ് കൊണ്ടേലത്തി മണിനൂപുരങ്ങളും തീർക്കുന്നു ഗുരുനാഥനാദ്യമായി നാത്തുമ്പിൽ ഹരിനാമ മന്ത്രമൊന്നെഴുതുന്നു കുറി കൊണ്ടെടുത്തു കുറി തൊട്ടുമേയിൽ ഒരു പീലി താത്തി അഴകോഴുന്നു പോയോ എല്ലാം ഓർമ്മകൾ മാത്രമായി ഏതോ നേട്ടവിങ്ങലായി എല്ലാം ഓർമ്മകൾ മാത്രമായി ഏതോ നേട്ടവിങ്ങലായി ഉള്ളിൽ ദീപനാളമായി സ്നേഹമന്ത്രമായി പൂത്തു കഴിഞ്ഞു വസന്തം
നിറനാഴിപ്പൊന്നിൽ മണലാരി നെല്ലിൽ മണ്ണ് തെളിയുന്നേ. ഓ തെളിവിങ്ങ തേടി മറുകണ്ഠം കൂടി മനസ്സ് കുളിരുന്നേ. ിലുള്ള ഇനി അമ്മ പാടുമരിയൊരു താരാട്ടിൻ പാട്ട് കേട്ട് മിഴി കൂട്ടും. ഒരു കൊന്ന പൂത്തതും നേരത്തെ വിഷു വന്നുപോയതും കണ്ടീല. പകൽ പാഞ്ഞു വീണതും പാടത്തെ പുഴവറ്റ് നിന്നതും കണ്ടീല. ഒരു വർഷരാത്രിയിൽ നാം ഏതോ വനയാത്ര പോകുമെന്നോർത്തിയില്ല. പിഴിവാർത്തു നിന്ന മഴ മാത്രമൊന്നു പോലെ മാഞ്ഞു പോയോ. എല്ലാം ഓർമ്മകൾ മാത്രമായേതോ നേർത്ത വിങ്ങലായി. എല്ലാം ഓർമ്മകൾ മാത്രമായേതോ നേർത്ത വിങ്ങലായി. ഉള്ളിൽ ദീപനാളമായി സ്നേഹമന്ത്രമായി പൂത്തു കഴിഞ്ഞു വസന്തം. നിറനാഴിപ്പൊന്നിൽ മണലാരി നെല്ലിൽ മണ്ണ് തെളിയുന്നേ. ഓ തെളിവിങ്ങ തേടി മറുകണ്ഠം കൂട്ടി മനസ്സ് കുളിരുന്നേ. പച്ചപ്പാടത്തെ പകൽ വരമ്പിൽ പനയോലക്കാടിന്റെ കൂടെ തണലിൽ കതിരെല്ലാം കൊയ്തും വെയിലറ്റും വേർക്കും കളമെല്ലാം നിറയ്ക്കാലോ. ഓ നിറനാഴിപ്പൊന്നിൽ മണലാരി നെല്ലിൽ മണ്ണ് തെളിയുന്നേ. ഓ തെളിവിങ്ങ തേടി മറുകണ്ഠം കൂട്ടി മനസ്സും കുളിരുന്നേ. കഥകൾ അഥവാ കഥാകാർ എന്നറിയപ്പെടുന്ന പുരാതന വടക്കേ ഇന്ത്യയിലെ നാടോടികളായ ഭാർഡുകളിൽ നിന്നാണ് ഈ നൃത്തരൂപം ഉത്ഭവിച്ചത്. ഭഗവാൻ കൃഷ്ണന്റെ രാസലീലകളിൽ നിന്നാണ് ഇത് പരിണമിച്ചതെന്ന് ചിലർ വിശ്വസിക്കുന്നു. ഈ രൂപങ്ങൾ പ്രദേശത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും ഗുജറാത്തിലും പ്രചാരത്തിലുള്ള ജനപ്രിയ ഗർഭ ശൈലിയിലുള്ള നൃത്തങ്ങളായി പരിണമിച്ചു. കൃഷ്ണന്റെ പ്രണയകഥകളെയാണ് രാസലീലകൾ ചിത്രീകരിക്കുന്നത്. പ്രണയത്തെ അനശ്വരമായി ചിത്രീകരിക്കുന്ന ഒരു നൃത്തരൂപം.
ഹിന്ദുസ്ഥാനി സംസ്കാരം എന്നറിയപ്പെടുന്ന വടക്കേ ഇന്ത്യൻ സംസ്കാരം പ്രദേശത്തിൻ്റെ ചരിത്രത്തിലെ നൂറ്റാണ്ടുകളായി രൂപപ്പെട്ടതും മറ്റു അയൽ സംസ്കാരങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടതുമായ വടക്കേ ഇന്ത്യ. ഉത്തരേന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക വൈവിധ്യം ഇവിടെ കാണപ്പെടുന്ന നിരവധി വ്യത്യസ്ത നാടോടി നൃത്ത ശൈലികളിൽ നിന്ന് വ്യക്തമായി കാണാം. പഞ്ചാബിൽ നിന്നുള്ള ഭംഗ്ര, ഗിദ്ദ എന്നിവയിൽ തുടങ്ങി ഉത്തർപ്രദേശിലെ കഥക് വരെയും രാജസ്ഥാനിൽ നിന്നുള്ള ഗൂമർ, കൽബേലിയ നൃത്തം മുതൽ ഹിമാചൽ പ്രദേശിലെ നാദി വരെയും ഈ വൈവിധ്യം നമുക്ക് കാണാൻ സാധിക്കും. मेरे मन ये बता दे तू किस ओर चला है तू, क्या पाया नहीं तूने, क्या ढूंढ रहा है तू, जो है कही जो है सुने वो बात क्या है बता मितवा करे
कारे पता करो केड़े पिंड दी कुड़ी जिद्द च कराई अते जावे पता करो केड़े पिंड दी कुड़ी जिद्द च कराई अते जावे डीजे दा कसूर कोई ना कुड़ी चोबरा दे सीने अग लावे डीजे दा कसूर कोई ना कुड़ी चोबरा दे सीने अग लावे दिलायो ते कहर करदी दिलायो ते कहर करदी दिलायो ते कहर करदी कि जिंद जान तेरे उतो भारे दारू बदनाम करदी ए ताना तेरे दे कार दारू बदनाम करदी ए ताना तेरे दे कारे दारू बदनाम करदी ए ताना तेरे दे कार दारू बदनाम करदी ए ताना तेरे दे कारे भावये परमात्मानं भवभयदूरं भावये परमात्मानं भवभयदूरं निररं भावये परमात्मानं भवभयदूरं निररं भावये श्रवण मनन मुख प्राप्त सतत्वं 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 आदि मध्यान्तरहितं परिपूर्णं भावये परमात्मानं भवभयदूरं निररं भावये
धर्री कुकु तक तक जनक जनक तकदा जनक जनक तकदा जनक जनक तकदा जिजकिट दिलांग दुमकिट दादा दुमकिट दादा दुमकिट दादा धा 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 धरकिट 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 तक धरकिट दादा दा धा 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 धाकिट तक दुमकिट तकदा धाकिट तक गदिगिन धाकिट तक दुमकिट तकदा गिंतडान धाद दित्तादा धाकिट तक दुमकिट तकदा धरकिट तक धाकिट तक गदिगिन धाकिट तक दुमकिट तकदा जिजकिट 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 दादा दित दित तान कत तान धा धरकिट धान तकिट धरकिट दित धाकरदा धा दित धाकरदा धाकरदान धाकरदान धा धाकरदान धाकरदान धा धाकरदान धाकरदान धाकिट तक दुमकिट तकदा धाकिट तक गदिगिन धाकिट तक दुमकिट तकदा गिंतडान धाद दित्तादा धाकिट तक दुमकिट तकदा धरकिट तक धाकिट तक गदिगिन धाकिट तक दुमकिट तकदा जिजकिट 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 दादा धान धा धागे धा 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 गे धा धा ताकि 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 धा 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 Let's get it. தாண்டி 10 மாதமா குயவன வேண்டி அன்று கொண்டு வந்தான் ஒரு தோண்டி அதை கூத்தாடி போட்டு உடை தாண்டி பிறவி தாண்டி மீண்டும் பிறந்து அழிந்து பிறந்து வஞ்சகம் செய்து தன்னை கொண்டாடி உடல் அழிந்து இறுதியில் மண்ணோடு சமாதி மலங்களும் மணக்கும் மேனி பொருள் கண்டு விளங்குமை ஞானி திரை களைய நினைவோடிருப்போர் புத்திரை காண முயல்பவர் அன்றோ மண்ணுயிர் கொன்று சுட்டதை தின்று தோற்றதை விட்டு வென்றதை கொண்டு ஆறாத காயம் ருசிப்பது மாட்ட ஏற்றுக்கொள் நடுவா நமச்சிவாயம் நமச்சிவாயம் ഞങ്ങളുടെ ഭൂമിയുടെ മണ്ണിൽ നിന്നും വളർന്ന കഥകളി, മോഹിനിയാട്ടം, തെയ്യം, ഓരോ രംഗത്തും ഓരോ പാദവുമൊക്കെയും നമ്മുടെ പൈതൃകത്തിൻ്റെ കഥ പറയുന്നു. ഈ വേദിയിൽ കേരളത്തിൻ്റെ മനോഹാരിതയിലേക്ക് നമുക്കൊരു സഞ്ചാരമൊരുക്കാം. കേരളത്തിൻ്റെ സമ്പന്നവും വൈവിധ്യവുമാർന്ന സംസ്കാരത്തെ നാടൻ കലകളിലൂടെ പ്രതിഫലിപ്പിക്കുന്നു. ഇവയെല്ലാം നമുക്കിടയിൽ വളരെ പ്രസിദ്ധമാണ്. മാനുഷിക വൈകാരികതയെ തികച്ചും അനായാസമായി ഈ കലകളിൽ പ്രകടമാക്കുന്നു. സംഗീത സദസ്സുകളിലും നൃത്തവേദികളിലും നമ്മുടെ കലകളുടെ മൂല്യങ്ങൾ സമന്വയിപ്പിച്ചു പോരുന്നു. വേദികളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് നമ്മുടെ സംസ്കാരത്തെ ഉയർത്തിക്കാട്ടുവാൻ കേരള ജനത കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നു. பச்சை மாமலை போல் மேனி பவழவாய் கமலச்செங்கண்
பச்சை மாமலை போல் பவழவாய் கமலச்செங்கண் ரங்க அங்கஜ ஜனக தேவானோ அங்கஜ ஜனக தேவா பிருந்தாவன சாரோ அங்கஜ ஜனக தேவ பிருந்தாவன சாரோ கேந்திரவரதர மாதரோ கஷாமணாங்க வினோகருண சதய பாக சௌக ஷாமணாங்க வினோகருண சதய பாக சௌக ரோகா താരുഴിയും തരളമിഴിതൻ കനിവോ മേടപ്പൂവനികൾ കളമെഴുതിയോ കണിയ മണ്ണിൽ മേവും വർണ്ണച്ചിരിപ്പൂവുകൾ കാറ്റിൽ മൂളും ചെല്ലക്കളിത്തുമ്പികൾ നീളെ മിഴിവേകും തുടികളിൽ താരുഴിയും തരളമിഴിതൻ കനിവോ ഇളമേലുഷസിൻ വരവായി തെളിനീരലതൻ കുളിരായി ഇളമേലുഷസിൻ വരവായി തെളിനീരലതൻ കുളിരായി വരമായരികിൽ ശ്രുതി പോലണയും കളകൂജനമായി വെൺകൂടൽ തായാട്ടായി നാലകമിനി താരുഴിയും തരളമിഴിത്തൻ കനിവോ ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമതലയമായി മാറിലിടയും മാരകേളി ലാലസാവേറും ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമതലയമായി മാറിലിടയും മാരകേളി ലാലസാവേറും നീലനിലാ കുളിരിലുലാവും നെയ്യാമ്പൽ പൂ
മിഴിയിൽ വീശുമഴകാണോ വിങ്ങുമലിവാണോ മാറിയേ തേങ്ങലിൽ പരിഭവമുറയുന്നു പ്രാണനാഥനെ നീത്യു നൽകിയ പരമാനന്ദരസത്തെ പർവ്വതിനെഴുതാമോ ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമദലയമാ उडुराजमुखी मृगराजकडी गजराज विराजित मन्दगती घनसार सुगन्धि विलासिनी कनकाङ्गि विकार समुद्रसुते उडुराजमुखी मृगराजकडी गजराज विराजित मन्दगती നയനങ്ങളിലഞ്ജനകാന്തകണം അധരത്തിലനംഗമരന്തരസം പ്രണയോജ്വല കാവ്യകലാവതിനി സുരലോകവിഹാരിണി ചാരുലതേ ഉഡുരാജമുഖി മൃഗരാജകടി ഗജരാജ വിരാജിത മന്ദഗതി गणरञ्जित काञ्चन कान्तिमयं स्तनकुम्भतरङ्गित सञ्चलनं मणिमेखल पूण्डनितम्बतडं नवपद्मदळाभ पुनर्नपदम् निरुपम ब्रह्माण्ड सम्मोहिनी निखिल नित्यानन्द सन्दायिनी उडुराजमुखी मृगराजकडी गजराज विराजित मन्दगती नयनങ്ങളിലഞ്ജനകാന്തകണം അധരത്തിലനംഗമരന്തരസം പ്രണയോജ്വല കാവ്യകലാവതിനി സുരലോകവിഹാരിണി ചാരുലതേ ഉഡുരാജമുഖി മൃഗരാജകടി ഗജരാജ വിരാജിത മന്ദഗതി നയനങ്ങളിലഞ്ജനകാന്തകണം അധരത്തിലനംഗമരന്തരസം പ്രണയോജ്വല കാവ്യകലാവതിനി സുരലോകവിഹാരിണി ചാരുലതേ നിരുപമ ബ്രഹ്മാണ്ഡ സമ്മോഹിനി നിഖില നിത്യാനന്ദ സന്ദായിനി പാതിരാപ്പൂ വേണം ആതിരാരാവ് വേണം പാതിരാപ്പൂ വേണം ആതിരാരാവ് വേണം പാടിക്കളിക്കുവാനായാണിമാർ വേണം തുഴക്കാരമ്പതു വേണം തോണികളായിരമായിരം വേണം കായലിലോളം തുള്ളുമ്പോൾ
പുഴയോരത്താകെ തിങ്ങി വിങ്ങും തൂമേഘം പൂത്താലം തൂവാനം നെഞ്ചിൻ ആരവമായി. പുഴയോരത്താകെ തിങ്ങി വിങ്ങും തൂമേഘം പൂത്താലം തൂവാനം നെഞ്ചിൻ ആരവമായി. കുട്ടനാടിനോളങ്ങൾ പുഴയോരം നീലെ നീലെ ചായും തകരത്തൈതാരോ. മഴമേഘം നീലെ നീലെ ചാറും തകരൈതാരോ. പുഴയോരം നീലെ നീലെ ചായും തകരത്തൈതാരോ. മഴമേഘം നീലെ നീലെ ചാറും തകരൈതാരോ. പൂവിളി പൂവിളി ആരവമായി കായലിലോളം തുള്ളും തെറ്റിത്താരാരെത്തിത്തൈ കേരളത്തിലെ മനോഹാരിത അത് എന്നും എവിടെയും പ്രശംസിച്ചിരുന്നു. നാടകങ്ങളിലും സിനിമകളിലും ആ മനോഹാരിത ഒട്ടും കുറയ്ക്കാതെ നമ്മൾ എന്നും കാത്തു സൂക്ഷിക്കുന്നു. കേരളത്തിൻ്റെ തനതായ പഴംപാട്ടുകൾ സിനിമയിലൂടെ നമ്മൾ ഇപ്പോഴും അത് ആസ്വദിക്കുന്നു. അങ്ങനെ ഒരു ഗാനത്തിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. പരിഭവം മെല്ലയോതി വന്നുവോ കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവെക്കുവാനോടി വന്നതാണു ഞാൻ രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യയായോടി വന്നതാണ് ഞാൻ അമ്പലപ്പുഴി ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ സാക്ഷിയായില താലി ചാർത്തിയൻ ആദ്യാനുരാഗം ധന്യമാക്കും മന്ത്രകോടിയിൽ ഞാൻ ഓടി നിൽക്കവേ ആദ്യാഭിലാഷം സഫലമാക്കും നാലാളരെ കൈപിടിക്കും തിരുനാടകശാല തീർന്നു നിൽക്കും നാലാളരെ കൈപിടിക്കും തിരുനാടകശാല ചേർന്നു നിൽക്കും യമുനാ നദിയായി കുളിരലയിളകും നിലവിൽ അമ്പലപ്പുഴി ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ കൽവിളക്കിൽ
പരിഭവം മെല്ലയോതി വന്നുവോ കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണ് ഞാൻ രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യയായോടി വന്നതാണു ഞാൻ അമ്പലപ്പുഴി കണ്ണനോട് നീ എന്തു പരിഭവം മെല്ലയോടി വന്നു കേരളത്തിലെ കലകൾ പറഞ്ഞു പോകുന്ന വഴിയിൽ നമുക്കൊരിടവേള. കൗമാരക്കാരുടെ ഇടയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഗാനം അത് അന്നും ഇന്നും പുതുമയുടെ ഭംഗി നിലനിർത്തുന്നു.
എന്തു സുഖവാണി കാറ്റ് അരികിൽ നീ വരുമ്പോൾ എന്തു രസവാണി സന്ധ്യ പൂഞ്ചിറകിൽ പറന്നുയരാൻ കുളിരലയിൽ നനഞ്ഞലിയ അഴകേ ഓ സുഖവാണി നിലാവ് എന്തു സുഖവാണി കാറ്റ് അരികിൽ നീ വരുമ്പോൾ എന്തു രസവാണി സന്ധ്യ. ഇപ്പോൾ നമ്മൾ കണ്ടതും കേട്ടതുമായ എല്ലാ കാര്യങ്ങളും നമുക്ക് സന്തോഷം പകരുന്നതാണ്. എന്നാൽ മുന്നോട്ടുള്ള കാലഘട്ടം എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാനോ പറയുവാനോ സാധിക്കുന്നതല്ല. ഇനി വരാൻ പോകുന്നത് പുതുയുഗമാണ്. ഇന്നും ആർക്കും പ്രവചിക്കാനാവാത്ത യുഗം. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് തന്നെ പറയാം, കലിയുഗം. द्वापर युग से दशावतार की प्रतीक्षा कर रहा हूं, द्रोणाचार्य का पुत्र अश्वत्थामा। अब मेरा समय आ गया है, मेरे अंतिम युद्ध का समय आ गया है। అధర్మాన్ని అణిచెయ్యగా యుగ యుగాన జగములోన పరి పరి విధాల్లోన విభవించే విక్రమ విరాట్ రూపమితడే. പ്രപഞ്ചം അന്ധകാരത്തിൽ ആഴുമ്പോൾ നാം വീണ്ടും അവതാരമെടുക്കും. അന്ന് കലിയുടെ പ്രഭാവം ആ പിറവിയെപ്പോലും തടയാൻ ശക്തിയുള്ളതായിരിക്കും. അന്ന് നീ നമുക്ക് രക്ഷകനാകും. ആകാശത്തിൽ സൂര്യനില്ലാതാകുമ്പോൾ, വായു വിഷമലിനമാകുമ്പോൾ, ഹിമാലയം ഹിമരഹിതമാകുമ്പോൾ, ഗംഗയിൽ ഒരു തുള്ളി ജലം പോലും ഇല്ലാതാകുമ്പോൾ, നിന്റെ നെറ്റിയിൽ ഈ ശിവമണി തിരിച്ചെത്തുമ്പോൾ, അതാണ് സമയം. अजगर और बाज की सागर झंझार की जल की अंगार से साहिल मझधार की बागी जल्लाद की दोस्ती किस ओर चली ये आंधी, आएगी कैसी क्रांति, संग्राम या संगम की लहरें आएगी। चट्टान और तूफान की दोस्ती, ताज और गर्जन की दोस्ती, पूरब पश्चिम मिलते हुए हैरत ये दोस्ती।
കണ്ടില്ലേ കേശവ, ഇവനാണോ നമുക്ക് സമാനൻ? ഹേ ധനഞ്ജയ, വൈകിപ്പോയോ ആചാര്യപുത്ര? നിന്റെ രഥം അഗ്നിദേവന്റെ വരം. കാവലാൾ ധ്വജസ്ഥിതനായ ആഞ്ജനെ, തേരാളിയായി ത്രിലോകനാഥനായ നാമം. എന്നിട്ടും രഥം രണ്ടടി പിറകോട്ട് നീങ്ങിയെങ്കിൽ ആലോചിക്കൂ അർജുന, അവനൊരു സാധാരണ യോദ്ധാവല്ല. സൂര്യപുത്രൻ വൈകർത്തന്. ഒരു സിനിമയോ ഒരു ഗാനമോ ഒരു കലാരൂപമോ ഒരു നിമിഷത്തിനുള്ളിൽ തീർന്നേക്കാം. പക്ഷേ അത് നമ്മളിൽ അവശേഷിപ്പിക്കുന്ന ഓർമ്മകൾ അനന്തമാണ്. ഇന്നത്തെ ഈ യാത്ര നമ്മെ തിരിച്ചെത്തിക്കുന്നത് ആ പഴയ ഓർമ്മകളുടെ വിസ്മയ ലോകത്തിലേക്കാണ്. അതിനു മുന്നിൽ 1000 പ്രണാമങ്ങൾ. സിനിമയെ സ്നേഹിച്ചവർക്ക്, സംഗീതം മനസ്സിലാക്കുന്നവർക്ക്, സംസ്കാരത്തെ ആദരിക്കുന്നവർക്ക് ഇതൊരൊന്നടച്ച സല്യൂട്ടാണ്. സ്നേഹപൂർവം നന്ദി. ഹലോ, പോകല്ലേ. നമ്മുടെ കൊച്ചു കലാകാരന്മാരും കലാകാരികളും ഇവിടെ എത്തി നിൽക്കുന്നുണ്ട്. നമുക്ക് നിങ്ങൾ ഈ പ്രോഗ്രാം ആസ്വദിച്ചെങ്കിൽ നമുക്ക് നല്ലപോലെ കൈയടിച്ചവരെ പ്രോത്സാഹിപ്പിക്കാം. ഇവരെ ട്രെയിൻ ചെയ്ത ജിതിൻ വക്കച്ചനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ജിതിൻ വക്കച്ചൻ, പ്ലീസ് കം ടു ദി സ്റ്റേജ്. ജിതിൻ വക്കച്ചൻ കഴിഞ്ഞ 10 വർഷത്തോളം സിനിമയ്ക്ക് കോറിയോഗ്രഫി ചെയ്യുന്നതാണ്. ഞങ്ങളുടെ ഭാഗ്യത്തിനാണ് ഞങ്ങളുടെ ട്രെയിനായിട്ട് ഇവിടെ വന്ന് ചേർന്നത്. സാറിനും വലിയൊരു കയ്യടി കൊടുക്കുകയാണ്. മാർ കോളേജിൽ ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളുള്ളതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനമാണ്. ജിതിന് ഞങ്ങളുടെ കോളേജിൻ്റെ പാരിതോഷികമായിട്ട് ചെറിയൊരു മെമൻറ്റോ തരുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ മെമൻറ്റോ സദയം സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മിസ്സേ മിസ്സേ ചോദിച്ചോ. ജിതിൻ്റെ കൂട്ടത്തിലുള്ളവരും കൂടെ പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. ഐ ഡോണ്ട് നോ ദ പേഴ്സൺസ്, പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. ജിതിൻ്റെ കൂട്ടത്തിലുള്ള സഹപ്രവർത്തകർ പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. കോളേജിൻ്റെ ഒരു ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഞങ്ങൾ ജിതിന് സമ്മാനിക്കുകയാണ്. വൈസ് പ്രിൻസിപ്പലിനെയും ഞങ്ങൾ ഇത് സമ്മാനിക്കുവാനായിട്ട് ക്ഷണിക്കുന്നു. ഒരു വാക്കിൻ്റെ നന്ദി അർപ്പിക്കുവാനായിട്ട് കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പൽ സിജി ജേക്കബ് മിസ്സിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത്രയും സമയം ഇവിടെ എന്താണ് നടന്നത്? നമ്മുടെ കുട്ടികൾ, സാധാരണക്കാരായ നമ്മുടെ കുട്ടികൾ ഇത്രയും നല്ലൊരു പെർഫോമൻസ് ഇത്ര പ്രൊഫഷണലായിട്ട് ഇവിടെ അവതരിപ്പിച്ചത് വളരെ അവിസ്മരണീയമാണ്. നമുക്കൊന്നും കൂടി കൈയടിച്ച് ഇവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാം. നന്ദിയുടെ വാക്കുകളിലേക്ക് കടന്നാൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നന്ദി അർഹിക്കുന്നവരാണ്. എങ്കിലും ഔപചാരികതയുടെ പേരിൽ നമ്മുടെ ഈ പ്രോഗ്രാം ഇവിടെ നടത്തുവാൻ വേണ്ടിയിട്ട് എല്ലാ സപ്പോർട്ടും നൽകിയ, എന്നും നമ്മോടൊപ്പം നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മാനേജർ അച്ഛന് ഞങ്ങളുടെ കോളേജിൻ്റെ MSc ഫാമിലിയുടെ പേരിലുള്ള നന്ദി അർപ്പിക്കട്ടെ. നമ്മുടെ ജോയ് സാറ്, നമ്മുടെ കോളേജിൻ്റെ ഓജസ്സും തേജസ്സും കോളേജിൻ്റെ പടക്കുതിരയുമായ നമ്മുടെ ജോയ് സാറ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ആശയം, അല്ലെങ്കിൽ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ ഇതിൻ്റെ സംവിധാനം, തിരക്കഥ, എല്ലാ കാര്യങ്ങളും ജോയ് സാറിലൂടെയാണ് നടത്തപ്പെട്ടത്. സാറിൻ്റെ ഐഡിയയാണ്.
അതോടൊപ്പം തന്നെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ നടത്തുവാൻ 100ഓളം അധ്യാപകരും അനധ്യാപകരും ഒപ്പം 1000ഓളം കുട്ടികളും ഉള്ള ഈ ഒരു കോളേജിൻ്റെ 100% ആൾക്കാരെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഇത്രയും നല്ല ഒരു നൃത്ത സംഗീത പ്രോഗ്രാം, അവിസ്മരണീയമായ ഒരു പ്രോഗ്രാം ഇവിടെ നടത്തുവാൻ സാധിച്ചതിൽ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും കോർഡിനേഷനോടുകൂടി നടത്തിയ ജോയ് സാറിൻ്റെ മുമ്പിൽ ഞങ്ങൾ ശിരസ് നമിക്കുന്നു. നല്ലൊരു കൈയടി നമുക്ക് സാറിന് കൊടുക്കാം. നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് കുറേ അധികം സിനിമകൾ, വളരെ പ്രശസ്തനായ ബേണി കുര്യാക്കോസ് സാർ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും നമ്മളുടെ പേരിലുള്ള നന്ദി അറിയിക്കട്ടെ. ഈ പ്രോഗ്രാമിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഷോയുടെ കോർഡിനേറ്ററും കൊറിയോഗ്രാഫറുമായ ജിതിൻ വക്കച്ചൻ സാറ് ഒത്തിരി കഷ്ടപ്പെട്ടു. നമ്മുടെ ഈ കുട്ടികൾ 40 ദിവസത്തോളമുള്ള അതികഠിനമായ പ്രയത്നത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ഒരു കോർഡിനേഷനിലൂടെയും ഒപ്പം നമ്മുടെ കോളേജിലെ സ്റ്റാഫ് അംഗങ്ങളായ ഷീബ മിസ്സിൻ്റെയും സുമേഷ് സാറിൻ്റെയും സപ്പോർട്ടോടുകൂടി നല്ലൊരു പ്രോഗ്രാം നമുക്ക് വേണ്ടി കാഴ്ചവെച്ചു. ഇവർക്ക് 3 പേർക്കും വളരെ നന്ദി അറിയിക്കട്ടെ. ഇനി നമ്മുടെ കുട്ടികൾ എത്ര അവർക്ക് നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. ഈ കുട്ടികൾ അത്രത്തോളം നല്ലൊരു പ്രോഗ്രാമാണ് നമുക്ക് വേണ്ടി ഇവിടെ കാഴ്ചവെച്ചത്. കുറേ അധികം കുട്ടികൾ ഈ വർഷം ഇവിടെ നിന്ന് പാസ് ഔട്ട് ആവുകയാണ്. ആ കുട്ടികളെ നമ്മൾ അകമഴിഞ്ഞ് ഒന്നുകൂടി അഭിനന്ദിക്കുന്നു. ഒപ്പം ഭാവിയിലേക്കുള്ള നല്ല ഭാവി അവർക്കുണ്ടാവട്ടെ. ഇനി മുമ്പോട്ടുള്ള അവരുടെ പ്രയാണത്തിലും ഇവിടുന്ന് കോളേജിൽ നിന്ന് കിട്ടുന്ന ഈ അനുഭവങ്ങളും എക്സ്പീരിയൻസും അവർക്ക് തുണയാവട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ നമ്മുടെ പള്ളിയുടെ കൊച്ചച്ചന്മാരുണ്ട്, കോളേജിൻ്റെ ട്രസ്റ്റി മെമ്പേഴ്സുണ്ട്, പിന്നെ കൈക്കാരന്മാർ, നമ്മുടെ കുട്ടികളുടെ പേരൻസ് ഉണ്ട്, പിന്നെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം കണ്ട് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിയ നല്ലവരായ കലാസ്നേഹികളായ നമ്മുടെ നാട്ടുകാരുണ്ട്. എല്ലാവർക്കും, അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ കൂടിയിരിക്കുന്ന ടീച്ചേഴ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്, നമ്മുടെ കുട്ടികൾ, എല്ലാവർക്കുമുള്ള നന്ദി ഞങ്ങളുടെ എൻമാർ അഗസ്റ്റിനോസ് കോളേജിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഇനി ഞാൻ ആരെയും വിട്ടുപോയിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി. ജിതിൻ സാർ 2 വാക്ക് പറയണോ? ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, അതുപോലെ ഇത്ര നാളെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് സഹായിച്ച ഷീബ മിസ്, പിന്നെ അതല്ലാതെ മിസ്സിൻ്റെ പേര് മറന്നുപോയി, 2 മിസ്സുമാരും ഒന്ന് സ്റ്റേജിലോട്ട്. ഓക്കെ. എന്നെപ്പോലെ തന്നെ കൊറിയോഗ്രാഫി ചെയ്തെങ്കിലും അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തത് ഈ 2 മിസ്സുമാരും സാറുമാണ്. നമ്മൾ ആദ്യം തീം ഓക്കെ. സുമേഷ് സാറൂടെ ഉണ്ട്. സാർ വാ വാ വാ. ഓക്കെ. ഞാൻ ശരിക്കും വരുന്നത് ചേർപ്പങ്കൽ BVM കോളേജിലെ അധ്യാപകനാണ്. ഞാൻ അവിടെ ഫിലിം ആൻഡ് മീഡിയ പഠിപ്പിക്കുകയാണ്. കൊമേഴ്സാണ് എൻ്റെ വിഷയം, എങ്കിലും ഞാൻ അവിടെ പഠിപ്പിക്കുന്നത് ഫിലിം ആൻഡ് മീഡിയ ആണ്. അപ്പം അവിടുത്തെ അച്ഛൻ എനിക്ക് ലീവ് തന്നിട്ടും എക്സ്ട്രാ ഉച്ച കഴിഞ്ഞൊക്കെ ഇറങ്ങിയിട്ടാണ് നമ്മുടെ ഈ കൊറിയോഗ്രാഫി തീർക്കാൻ പറ്റിയത്. സോ ആദ്യം തന്നെ BVM കോളേജിൽ നന്ദി പറയുന്നു അച്ഛനും. അതുപോലെ തന്നെ പ്രിൻസിപ്പൾ നല്ലപോലെ സപ്പോർട്ട് ചെയ്തു. വന്നപ്പോഴേ എന്നോട് പറഞ്ഞത് പ്രോഗ്രാം നന്നായാൽ മതി, തീം എന്തായാലും പ്രശ്നമില്ലെന്ന് എന്നോട് പറഞ്ഞത്. അത്ര ഒരു ഫ്രീഡം തന്നിട്ടുണ്ട്. അതുപോലെ ഷിബ മിസ്സും, അതിലേറെ നമ്മുടെ സ്റ്റുഡൻസ് ഇവിടെ ഡാൻസ് ചെയ്ത എല്ലാവരും കുറേ വഴക്കൊക്കെ കേട്ടു, എങ്കിലും അവർ നല്ല ബെറ്ററായിട്ട് ചെയ്തു. നല്ല ഔട്ടാണ് തന്നത്. അവർക്ക് ഒരിക്കൽ കൂടെ ഒന്ന് കൈയടിക്കാം. ഓക്കെ. അപ്പം അടിച്ചു പൊളിച്ചു കേട്ടോ എല്ലാവർക്കും. പിന്നെ എൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്ത ഐശ്വര്യ, അതുപോലെ തന്നെ അജിൻസ, പിന്നെ മെറിൻ, ഇവരാണ് ഞങ്ങൾ സ്റ്റേജ് മൊത്തം കൈകാര്യം ചെയ്തത്. അറ്റ് എ ടൈമിലെല്ലാം ഹാൻഡിൽ ചെയ്യാനായിട്ടൊക്കെ ഇവരും കൂടെ ഉണ്ടായിരുന്നു. എനിവേ, ഇവിടെ ഒരു അവസരം തന്നതിന് ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. താങ്ക് യു. താങ്ക് യു വൺ ആൻഡ് ഓൾ വൺസ് അഗെയിൻ. പുറകിലിരിക്കുന്ന വിദ്യാർത്ഥികളോട്, നമ്മുടെ കോളേജിലെ വിദ്യാർത്ഥികളൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾ പോകുന്നതിന് മുമ്പ് ആ മഞ്ഞ കസേരകളൊന്ന് പെറുക്കി അടുക്കണം. നാളെ ഇവിടെ കല്യാണമുണ്ട്. നിങ്ങൾ നോക്കിയാൽ 2 മിനിറ്റ് കൊണ്ട് തീരും. താങ്ക് യു.